ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSK ടീമുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിലെ മികച്ച ഒരു ഓപ്പണറായിരുന്നു ഡെവോൺ കോൺവേ. താരം കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കോൺവേക്ക് പരിക്കായത് ചെന്നൈ ടീമിന് തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ CSK ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡെവോൺ കോൺവേ തിരിച്ച് CSK ടീമിലേക്ക് വരികയാണ്. കോൺവേ ഈ വീക്കിൽ തന്നെ CSK ടീമിൽ ജോയിൻ ചെയ്യുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡെവോൺ കോൺവേ തിരിച്ചെത്തിയാൽ ഋതുരാജും കോൺവേയുമായിരിക്കും CSKയുടെ ഓപ്പണേഴ്സ്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാൻ ടീമിൽ പുതിയൊരു ബൗളർ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, കേശവ് മഹാരാജാണ്. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരമാണ് കേശവിനെ രാജസ്ഥാൻ എടുത്തത്. അടുത്ത മത്സരത്തിൽ കേശവ് മഹാരാജ് രാജസ്ഥാൻ ടീമിൽ കളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജസ്ഥാൻ ഇതുവരെ ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. കളിച്ച 3 മാച്ചിലും ജയിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ ടീമിലെ മികച്ച ഒരു ബൗളറാണ് കേശവ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളത് കണ്ടതാണ്. ഇതുപോലത്തെ ഒരു താരം രാജസ്ഥാൻ ടീമിൽ കളിച്ചാൽ അത് രാജസ്ഥാന് ഗുണകരമാണ്. അടുത്ത മാച്ചിൽ കേശവ് മഹാരാജ് കളിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ ഡൽഹി ടീമിലേക്ക്, അവിടുന്ന് വാർണർ തിരിച്ച് മുംബൈ ടീമിലേക്ക്. ഇതുപോലത്തെ ഒരു പദ്ധതിയാണ് മുംബൈ ടീം പ്ലാൻ ചെയ്തത്. ഇത് നടപ്പിലാക്കാൻ മുംബൈ ടീം ശ്രമിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയെ മുംബൈ ടീമിലേക്ക് വിട്ടുകൊടുത്ത് അവരുടെ ഓപ്പണറായ വാർണറെ സ്വന്തമാക്കാനായിരുന്നു മുംബൈയുടെ പദ്ധതി. എന്നാൽ രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ടുപോയാൽ മുംബൈയുടെ ഫാൻസ് പവർ കുറയുമെന്ന് പേടിച്ചാണ് മുംബൈ ടീം ഈ നീക്കത്തിന് തയ്യാറാവാഞ്ഞതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുംബൈക്ക് ഇത്രയും കപ്പ് നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ ഇത്രയും വേഗത്തിൽ പുറത്താക്കാൻ മുംബൈ ടീം ശ്രമിച്ചു എന്നത് മുംബൈ ഫാൻസിനെ വിഷമത്തിലാക്കുന്നുണ്ട്. മുംബൈ ടീമിന് ഇപ്പോൾ രോഹിത് ശർമ്മ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഡൽഹി ടീമുമായിട്ട് മുംബൈ മാനേജ്മെൻറ്റ് ഇതുപോലത്തെ ഒരു ട്രേഡ് ആവശ്യപ്പെടില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.